എൻ്റെ നെയിം ആയിഷ. കല്ലുമ്മക്കായ് നിറച്ച് ഉണ്ടാക്കുന്ന വിധം പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ അരി ഒരു കിലോ അരി, ബോയിൽഡ് റൈസ് 1 കിലോ, കുത്തരി ആയാലും മേക്കില്ല, കുറുവ അരി ആയാലും മേക്കില്ല. ചൂടുവെള്ളത്തിൽ പൊതിർത്താൻ. 1/2 ഗ്ലാസ് പച്ചരി അതിൻ്റെ കൂടെ. തിളച്ച വെള്ളം തിളച്ചാൽ ചായക്ക് തിളക്കും പോലെ തിളച്ചാൽ അരി അതിന് കണക്കായ വെള്ളം ഇട്ടിട്ട് പൊതിർത്തുക. 1 കിലോ അരിക്കാന്ന് 1 ഗ്ലാസ് പറയണം. 1 കിലോ അരിക്ക് 10 ഗ്ലാസ് വെള്ളം വേണം, വലിയ ഗ്ലാസ്സിൽ. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അരി മുങ്ങുന്ന മാതിരി അരി പൊതിർത്തുക. അതിൻ്റെ ശേഷം അരി മൂടി വെക്കുക, ഓഫ് ചെയ്തിട്ട്, ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തിളച്ചിട്ട്. അപ്പോൾ പിന്നെ അത് പൊതിർത്തി ഒരു 4 മണിക്കൂർ കഴിഞ്ഞാൽ അരി പൊതിരും. അന്നേരം കഴുകി വൃത്തിയാക്കി ഒരു ഉള്ളി, അണിയനൊന്ന്, ചെറിയ സാമ്പാർ ഉള്ളിയില്ല അത് കുറച്ച് ഒരു 5-6 എണ്ണം, പിന്നെ പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ, ഏലക്കായ് 6 എണ്ണം, പിന്നെ ചെറിയ ജീരകം 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് 1 ടേബിൾ സ്പൂൺ, പിന്നെ തേങ്ങ 1, കരുവേപ്പില കുറച്ച് ഒരു 5-8 അല്ലി, പിന്നെ ഉപ്പ് ആവശ്യത്തിനിട്ടാൽ ഒരു 3/4 ടീസ്പൂൺ, 3/4 ടേബിൾ സ്പൂൺ. കൂടി പോണ്ട, അരയോ 3/4. തേങ്ങ 1 ചിരണ്ടി അതിൽ കൂട്ടാൻ, അരിയിൽ മിക്സാക്കുക. തണുത്ത് കഴിഞ്ഞാൽ അരിയിലെ കൈ വൃത്തിയാക്കുക. 4 മണിക്കൂർ വരെ പൊതിരണം. എന്നിട്ട് അതിൻ്റെ ശേഷം മിക്സിയിൽ അരക്കുക. മിക്സിയിലോ ഗ്രൈൻഡറിലോ ഗട്ടിയായി അരച്ചിട്ട് അതിൽ കുറച്ച് പിന്നെ അജ്മേ എന്താ അരിപ്പൊടിൻ്റെ പേര്, അജ്മി പൊടി 1/2 കപ്പ്, കുറച്ച് വെള്ളത്തോടെ അരക്കുന്നില്ല, അത് കൂട്ടി മിക്സ് ആക്കിയിട്ട് 1 കപ്പ് വെച്ചിട്ട് അതിൽ കണക്കായ അരിപ്പൊടി ഇട്ട് കുഴച്ചിട്ട് കുറച്ച് പത്തിലെല്ലാം ചുണ്ട് പോലെ മുറിക്കുക, കുഴച്ചിട്ട് വെച്ചിട്ട് ഗട്ടിയായി കുഴക്കുക. ഇതേപോലെ ഇതിൽ നോക്കിയാൽ 50 കല്ലുമ്മക്കായ് അത് നിറക്കാനുള്ള തയ്യാറാണ് ഇപ്പോൾ. എല്ലാവരും നോക്കുക. അതിൻ്റെ ശേഷം ആവി അപ്പച്ചമ്പിൽ, ഇഡ്ഡലി ചമ്പിലോ അപ്പച്ചമ്പിലോ ഇട്ട് ആവിയിൽ വേവിക്കുക. അടിയിൽ തട്ടിൽ വെള്ളം വെച്ചിട്ട് മൂടിയിട്ട് മേലെ തട്ടിട്ട് അത് വെന്ത് കഴിഞ്ഞാൽ, ചൂടാറിക്കഴിഞ്ഞാൽ മുളക്, കല്ലുമ്മക്കായല്ലോ അടിച്ച് ഇതെല്ലാം എടുത്ത് ഇതിൻ്റെ തോടെല്ലാം എടുത്തിട്ട് ലാസ്റ്റ് തണുത്ത് കഴിഞ്ഞാൽ, തണുത്ത തന്നെ എടുക്കണം, കൊയ്യാതെ തണുത്തിട്ട് എടുക്കാൻ പാടും. അത് തണുത്ത് കഴിഞ്ഞാൽ അതിൽ മുളക്, മഞ്ഞൾ, ഉപ്പ്, മസാല പോലെ ആക്കിയിട്ട് പെരക്കി വെക്കുക. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ എണ്ണയിലിട്ട് പൊരിച്ചെടുത്ത് ചായയോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റായി.